വില്ലൻ ഞാനായിരുന്നു, കണ്ടല്ലോ. നാദർഷയൊക്കെ വിളിച്ച് തന്നൊരു വർക്കാണ്. പക്ഷേ ഇടിവെട്ടായിട്ട് ചെയ്തിട്ട് പോലും അത് മുഖ്യധാര തിയേറ്ററിലോട്ട് എത്തിയില്ല. OTT 4.5 കോടിക്ക് എടുത്ത പടം 10 കോടിക്ക് OTTയിൽ അത് വാങ്ങിച്ചു, സോണി ലൈവ്. അപ്പൊ ഈ പടം എന്ന് പറയുന്നത് ഇടിവെട്ട് പടമാണ്. അത് കാണുമ്പോൾ അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ തിയേറ്ററിൽ എത്തണം, പ്രൊമോഷന് നന്നായിട്ട് പോകണം, ദെൻ OTTയിൽ അത് കളക്ട് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ സംഘാടകർക്ക് അടുത്ത പടങ്ങൾ എടുക്കാൻ ഒരു ശക്തി ഉണ്ടാവും. അതാണ്. ഒരു ഫ്രെയിമിൽ ഉൾക്കൊള്ളുന്നില്ല, ഓടിച്ചിട്ടെടുക്കുകയാണ്. ഇതിനകത്തൊരു IPS ഉദ്യോഗസ്ഥയായിട്ട് ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഒരു ലേഡി ആവണമെന്നുള്ളത് കഥയുടെ ഉള്ളിലൂടെ അത് പറഞ്ഞു പോകുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. മലയാളം കലർന്ന, അതായത് ഇംഗ്ലീഷ് മലയാളം കലർന്ന, അല്ലെങ്കിൽ തമിഴ് ചുവയുള്ള പോലെയുള്ള സംഭാഷണമുള്ള ഒരു പെൺകുട്ടി വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആയിഷയുടെ ഇതിലേക്ക് എത്തുന്നത്. ബിഗ് ബോസും തമിഴിലും അങ്ങനെയാണ് ഒരു അമ്മയുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് ആയിഷയിലേക്ക് എത്തുന്നത്. അത് വളരെ മനോഹരമായിട്ടാണ് സിനിമയിൽ നല്ല രീതിയിൽ 2 ക്യാരക്ടർ ചെയ്തത്. ഒന്നൊരു പ്രണയവും കോളേജ് സീക്വൻസും എല്ലാം ഉണ്ട്, അതേപോലെ IPS ഓഫീസറായിട്ട്. രണ്ടും വളരെ നല്ല രീതിയിൽ ആയിഷ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള മെന്റലിസ്റ്റ് ഷമീർ ഇക്കയ്ക്ക് കൊടുക്കാം. നമ്മുടെ ക്യാരക്ടർ ചെയ്ത ജിസ് ജോയി, അദ്ദേഹം എക്സ്പ്ലോർ ഡ്രാമയാണ് എങ്കിലൊരു പുതുമുഖമായിട്ടുള്ള വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം അഭിനയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഐഷമോൾ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഐഷ ഞാൻ പറഞ്ഞല്ലോ തമിഴിലൊക്കെ അവൻ പ്രോഗ്രാം ചെയ്തതാണ്. അപ്പോൾ അവർ കൂടിയുള്ള ഒരു മലയാളത്തിലേക്കുള്ള ഒരു എൻട്രിയാണ്. പ്രേക്ഷകരെയും ഞങ്ങളെയും നീട്ടി സ്വീകരിക്കും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഷിജിലാലാണ്. ഷിജിലാൽ സംസാരിക്കുന്നതാണ്, കൊടുക്കാം. ഹലോ. അതൊക്കെ പാർട്ടായിരുന്നു, പാർട്ട് ഓഫ് ദ മൂവി. പക്ഷെ കഥ ഇതല്ലേ, മെയിൻ ഇതല്ലേ, അപ്പൊ അതിലായിരുന്നു കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തത്.